2024 തെരഞ്ഞെടുപ്പ് രാമക്ഷേത്രത്തെ അനുകൂലിക്കുന്നവരും രാമക്ഷേത്രത്തെ എതിർക്കുന്നവരും തമ്മിലുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ വിപുലമായ ഉദ്ഘാടനത്തിലൂടെ നരേന്ദ്രമോദി ലക്ഷ്യമാക്കുന്നത്. അത്തരമൊരു ട്രാപ്പിലേക്ക് ഏതാണ്ട് ഇന്ത്യയിലെ 80% ഹിന്ദു മതവിശ്വാസികൾക്ക് ഒരു വികാരമായി മാറിയ രാമക്ഷേത്രത്തെ എതിർക്കുന്നവർ എന്ന പേര് കോൺഗ്രസ് വഹിക്കണോ വേണ്ടയോ എന്നുള്ളത് ആണോ ഇന്ന് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഫാഷിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ, ജനാധിപത്യത്തിന് വേണ്ടി പോരാട്ടത്തിൽ കോൺഗ്രസിന് സഹായകരമാകുക എന്ന് കോൺഗ്രസ് വ്യക്തമാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ക്ഷേത്ര നിർമ്മാണത്തെ എതിർക്കുന്ന ഒരു പാർട്ടി എന്ന ദുഷ്പേര് വെച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിനെ നേരിടാൻ കഴിയും എന്ന് ഞാൻ കരുതില്ല. ഈ ക്ഷേത്ര നിർമ്മാണത്തെക്കാൾ പ്രധാനമാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജനാധിപത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുക, ഇന്ത്യയിലെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കപ്പെടുക, അവയുടെ വർഗീയവൽക്കരണം ഒഴിവാക്കുക. ഇതിനൊക്കെ BJPയെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. നിഖേഷ് ന്യൂനപക്ഷ മതത്തിൽ വിശ്വാസപ്പെട്ടോ ന്യൂനപക്ഷ നാമങ്ങളുള്ള ഞാനോ അല്ലെങ്കിൽ CPMനോടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ വിശ്വാസത്തിൽ പ്രൊക്ലെയിംഡ് ആയിട്ടുള്ള നിലപാടുള്ള നിഖേഷോ ഒന്നും വിചാരിച്ചാൽ BJPയെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. BJP മുന്നോട്ട് വെക്കുന്ന ഹിന്ദു ഏകീകരണത്തിനെ തകർത്താൽ മാത്രമേ BJPയെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ. അതിന് ഹിന്ദു മതവിശ്വാസികളുടെ പിന്തുണയോടുകൂടി മാത്രമേ BJPയെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ. BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഹിന്ദു മതവിശ്വാസികളുടെ മൊത്ത കച്ചവടക്കാരായുള്ള അംഗീകാരം, ലൈസൻസ് BJPക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സൗകര്യപ്രദമാണ്. അവർക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ മറ്റൊരു മുദ്രാവാക്യത്തിന്റെ ആവശ്യമില്ല. അവർ ഹിന്ദുക്കളുടെ താങ്കൾ പറയുന്നത് ഒരു ബദൽ നറേറ്റീവ് സാധിക്കില്ല, ജനങ്ങളൊക്കെ പോഴന്മാരാണ് എന്നാണ്. ബദൽ നറേറ്റീവ് എന്നല്ല, ബദൽ നരേറ്റീവ് ഉണ്ടാക്കുന്നത് പ്രധാന വിഷയങ്ങൾ, ഈ രാമക്ഷേത്രത്തിന് അപ്പുറത്തുള്ള പ്രധാന വിഷയങ്ങൾ, തൊഴിലില്ലായ്മ, സാമ്പത്തികമായ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വിലക്കയറ്റം, ക്രമസമാധാന പ്രശ്നം, സ്ത്രീകളുടെ പേരെയുള്ള ആക്രമണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയാണ് ബദൽ നരേറ്റീവ് എന്ന് പറയുന്നത്. ഇന്ത്യയെ മൊത്തം കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയെ തീരെഴുതി കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് ഹിന്ദു മതവിശ്വാസികൾക്കെതിരല്ലാതെ നിന്നുകൊണ്ട് മാത്രമേ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ. ഇത് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാവി എന്താണ്? ഷിനിസാം സെയ്ദ്, ഉദാഹരണത്തിന് രാമക്ഷേത്ര നിർമ്മാണം ഒരു കോടതി ഉത്തരവിലൂടെയാണ് അത് വന്നിട്ടുള്ളത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ആ കോടതി ഉത്തരവ് എങ്ങനെ ഉണ്ടായി, കോടതി ഉത്തരവിലെ വൈകല്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും പറഞ്ഞ് ആരും എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ചർച്ചയിൽ എന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്. രണ്ട്, നോക്കൂ, 370 കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള, പാർലമെന്റിൽ എടുത്തിട്ടുള്ള നിലപാട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണ് എന്ന് പറയാൻ കോൺഗ്രസ് സമയം കണ്ടെത്തുന്നുണ്ടോ ഈ കാലഘട്ടത്തിൽ? നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരുപക്ഷെ 2024-29 കാലഘട്ടത്തിൽ ഇതേ BJP സർക്കാർ തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നതെങ്കിൽ കേശവാനന്ദ ഭാരതി വിധി അവർ ഓൾട്ടർ ചെയ്യും. അതിലൂടെ എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാകില്ല, മതേതരത്വം ഉണ്ടാകില്ല. ഒരു പുതിയ ഭരണഘടന എന്ന നിലയിൽ തന്നെ നമുക്ക് വിഭാവനം ചെയ്യാൻ കഴിയുന്ന ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകും. അവിടെ മതേതരത്വം ഇല്ല, അവിടെ ജനാധിപത്യം ഇല്ല. അപ്പോൾ ഇതൊന്നും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകാതെ ഞങ്ങൾക്ക് വോട്ട് കിട്ടണം, വോട്ട് കിട്ടാൻ വേണ്ടി ഇത് പറഞ്ഞേ പറ്റൂ എന്നൊക്കെ പറയുന്നത് എന്ത്? നികേഷ്, BJP അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നികേഷിന് തർക്കമില്ലല്ലോ. ഈ വിധികളാണെങ്കിലും അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾ വർഗീയവൽക്കരിക്കപ്പെടുന്നതാണെങ്കിലും ഇതൊക്കെ BJP അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ന്യൂനപക്ഷങ്ങൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെല്ലാം BJP അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ നേരിടുന്ന അടിയന്തരമായ വെല്ലുവിളി. ആ അടിയന്തരമായ വെല്ലുവിളിക്ക് മുമ്പിൽ രാമക്ഷേത്രം പോലെ വിവാദമുയർത്തുന്ന, രാമക്ഷേത്രം പോലെ ജനങ്ങളെ വർഗീയമായി വിഭജിക്കുന്ന വിഷയങ്ങൾക്ക് പുറകെ പോയി ഇപ്പോൾ CPMനെ സംബന്ധിച്ചുള്ള അത് വളരെ എളുപ്പമുള്ള കാര്യം. CPMന് കേരളത്തിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ കോൺഗ്രസിനെ പോലെ ദേശീയ തലത്തിൽ സാന്നിധ്യമുള്ള ഒരു പാർട്ടി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ പെനിട്രേഷൻ ഗൗരവമല്ല എന്നൊക്കെ അതൊക്കെ പറയാം. എന്നാലും ഒരു സംസ്ഥാന പാർട്ടിയാണല്ലോ, ഇവിടെ ഉണ്ടല്ലോ ഹിന്ദുക്കൾ. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം അതും
കൂടി നോക്കണ്ടേ എന്നുള്ളതാണ് രാമക്ഷേത്രത്തെ- അത് ഞങ്ങൾ നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലപാടാണ് CPM ഇതുവരെ പറഞ്ഞു പോയിട്ടുള്ളത്. എന്റെ ചോദ്യം ശ്രീ നിസാം സെയ്ദ്, നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞേ തീരുവെന്നാണ്. നോക്കൂ, ഒറിജിനൽ അവിടെ ഉണ്ടാകുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്തിനെന്ന് ജനം ചോദിക്കില്ലേ? അതല്ലേ ഈ 3-5 സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടത്. അത് നിഖേഷ് BJP ഉയർത്തുന്ന ട്രാപ്പിലേക്ക് ചെന്ന് വീഴുകയാണ്. BJPക്ക് ഹിന്ദുമതവും ഹിന്ദുത്വവും തമ്മിലുള്ള വേർതിരിവ് തിരിച്ചറിയാൻ നിഖേഷിനും കഴിയുന്നില്ല. അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് BJPയുടെ അജണ്ട. ഹിന്ദുമത വിശ്വാസികളെ മുഴുവൻ ഹിന്ദുത്വയിലേക്ക് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് BJP ശ്രമിക്കുന്നത്. അവരെ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകളെയും ഹിന്ദുത്വയുടെ പ്രയോക്താക്കളായി മുദ്ര കുത്തുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇപ്പോൾ നിഖേഷും ഒക്കെ വർഗീയതയോ അല്ലെങ്കിൽ താങ്കൾ പറയുന്ന ഹിന്ദുത്വയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്ത് നമ്മളെ പരാജയം തുടങ്ങുന്നു എന്നുള്ളതാണ്. ശരി. Debate with MV Nikesh Kumar.